ഒരു മോട്ടോർ സൈക്കിൾ റൈഡറായ യാത്രകൾ ഒരുപാട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ട്രിപ്പ് വാസ് ഫ്രം സൗത്ത് ടു ഡൽഹി. അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രയംഫ് തണ്ടർബേർഡ് സ്റ്റോം മോട്ടോർ സൈക്കിൾ വാസ് മൈ കമ്പാനിയൻ. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പോയിട്ടുള്ളത് ഇന്ത്യ ബൈക്ക് വീക്കിനായിരുന്നു വിത്ത് മൈ ഡുക്കാട്ടി മോൺസ്റ്റർ. ഇവിടുന്ന് ഗോവ, ആൻഡ് ഗോവയിൽ ഇറ്റ് ടുക്ക് മീ 2 days ആൻഡ് ബൈ റിട്ടേൺ ഓൾസോ ഇറ്റ് ടുക്ക് മീ 2 days. എൻ്റെ പേര് അഞ്ജലി രാജൻ. ഞാനൊരു സൂപ്പർ ബൈക്ക് റൈഡറാണ് ഫോർ ദ പാസ്റ്റ് 20 years. റൈഡിങ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് വൈൽ ഐ വാസ് ഇൻ 6th standard ഞാനൊരു വീഡിയോ കണ്ടിരുന്നായിരുന്നു ഇൻ ഡിസ്കവറി ചാനൽ, ലൈക്ക് എ വുമൻ riding a truck. It's not a bike, riding a truck on a mountain area. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മളെ നാട്ടിലോ എവിടെയും അങ്ങനൊരു സ്ത്രീ ഇതുവരെ ഓടിച്ച് കണ്ടിട്ടില്ലായിരുന്നു. വൈൽ ഇറ്റ് വാസ് ലൈക്ക് 25 years ago. ആൻഡ് അതിനുശേഷം ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ തോന്നിയപ്പോഴാണ് ഒരു സ്ത്രീ ഒരു ബൈക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടത് വൈൽ ഐ വാസ് സ്റ്റേയിങ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം, മോസ്റ്റ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. സോ അവിടെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ആൻഡ് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ബൈക്കൊന്ന് കിട്ടിയാൽ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഓക്കെ ലെറ്റ് മീ ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു സുസുക്കി ഫിയറോ കിട്ടിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. ആൻഡ് ഞാൻ ചോദിച്ചു എനിക്കൊന്ന് ഓടിക്കാൻ പറ്റുമോ. ദെൻ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഭാഗ്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഇൻട്രസ്റ്റും ആ ഒരു ഇഷ്ടവും താല്പര്യവും കൊണ്ട് ഓടിക്കാൻ പറ്റി. ഇറ്റ്സ് ജസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെക്കാനിസം ഓഫ് ആക്സിലറേറ്റർ, ബ്രേക്ക് ആൻഡ് ക്ലച്ച്. അപ്പം അത് മാത്രം പഠിപ്പിച്ചു തന്നായിരുന്നു ABC. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം വരെ ഇവിടം വരെ ഒരു സൂപ്പർ ബൈക്കിൽ കൊണ്ടെത്തിച്ചത്. My mom used to be my greatest support. എന്നെ സ്കൂട്ടർ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയായിരുന്നു. ഓക്കെ, ഷീ യൂസ് ടു ഹാവ് എ കൈനറ്റിക് ഹോണ്ട ZX. അപ്പം അതിൽ എന്നെ ഉന്തിയിട്ട് ഷീ വാസ് ആക്ച്വലി സെയിങ് ദാറ്റ് ഹാവ് ദ leg balance, have the balance, and try first of all rolling the scooter, and then with single leg try doing that, and then you can start the scooter and ride. So I would say that she was the one who led me to get into two-wheelers, and that was in a very young age. I would say around 9 years old. Appam endayalum enikku bike edukkumbozhum oru bike ride cheyyumbozhum amma eppozhum ende koode undayirikkanonu enikku thalpariyam undayirunnu. However sports bike nokkan poyappo it was Yamaha FZ. പക്ഷേ അമ്മയ്ക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം okay now what's next within the budget എന്ന് നോക്കിയപ്പോഴായിരുന്നു it was Avenger 220cc. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിൽ തണ്ടർബേർഡ് 350 ഉണ്ടായിരുന്നു. ഓൾ ദ ക്ലാസിക് ഡെസേർട്ട് സ്റ്റോം അതൊക്കെ ഒരു 2010-2011 എല്ലാവരും അതായിരുന്നു ലോങ് റൈഡ്സിന് ഓടിച്ചുകൊണ്ടിരുന്നത്. And all of a sudden I was actually thinking why not, it's not just a city ride I would need. I felt like riding longer. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു അവെഞ്ചറിൽ ഒരു 1000 kilometer യാത്ര ചെയ്യുന്നത് കുറച്ച് പണിയായിരിക്കും, പക്ഷേ വൈ നോട്ട് ട്രൈ എ റോയൽ എൻഫീൽഡ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു റോയൽ എൻഫീൽഡ് ഗ്രൂപ്പിൽ ഞാനൊന്ന് ജോയിൻ ചെയ്തായിരുന്നു. ആൻഡ് ഫോർ മീ my height is around 4'11", and I was like, can I even handle a Royal Enfield? അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബട്ട് എനിവേസ് നമ്മൾ ഈ പറയാറില്ലേ, നമ്മൾ ഈ പാഷൻ, നമ്മളൊരു ഇഷ്ടം കൊണ്ട് നമ്മളങ്ങ് ചെയ്തു പോവും. അങ്ങനെ ഒരു ഇതിൽ ഞാനൊരു ഡീലർഷിപ്പിലുണ്ടായിരുന്നു. ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞിട്ട് ഐ വാസ് ലൈക്ക് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ റൈഡിങ് ദിസ് ബൈക്ക്. ദെൻ ഹി വാസ് ലൈക്ക്, ദ ഓണർ വാസ് ലൈക്ക്, try riding because you are already riding an Avenger, why not upgrade it into Royal Enfield എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ റൈഡ്സിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും പോകാൻ തുടങ്ങിയായിരുന്നു.
First ride was a 100-kilometer ride on a ജാഞ്ചരി എന്ന് പറയും, ഗുജറാത്തിൽ ജാഞ്ചരി വാട്ടർഫോൾസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെറ്റ് സ്റ്റോൺ പേവി സ്ലിപ്പറി ടെറൈനാണ്, ആബ്സല്യൂട്ട് സ്ലിപ്പറി ടെറൈൻ. ആ സ്ലിപ്പറി ടെറൈനിൽ എത്തണമെങ്കിൽ തന്നെ ഇറ്റ് ഈസ് സാൻഡി റോഡ്. അപ്പോൾ എനിക്ക് ഓഫ് റോഡിങ് അറിയത്തില്ല. ഞാൻ അവെഞ്ചറിലാണ്, സിറ്റി റൈഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഹവവർ എന്നോട് പറഞ്ഞു, ഓക്കെ സിൻസ് യു ഹാവ് റിഡൻ ഫോർ 100 കിലോമീറ്റേഴ്സ് ഈ ഒരു ടെറൈനും കൂടെ ക്രോസ് ചെയ്യാൻ നോക്കാൻ. അങ്ങനെ ഒരു തണ്ടർബേർഡ് 350 ആ ഒരു സമയത്ത് 2010 ഐ വുഡ് സേ 2011 ആ ഒരു സമയത്ത് ആ റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ചൊന്നും ഒരു ഐഡിയാസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു വുഡ്ലാൻഡ് ഷൂസും ഒരു ജീൻസും പെയർ ഓഫ് ജീൻസും പിന്നെ ഒരു സ്ലീവ്ലെസ് ടോപ്പും, നോ റൈഡിങ് ഗിയേഴ്സ് ആസ് ഇൻ റൈഡിങ് ജാക്കറ്റോ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരു ഐ ഗെസ് ഒരു ലെക്സസിൻ്റെ ഹെൽമെറ്റും വെച്ചിട്ട് ഓഫ് റോഡിങ് ഇങ്ങനെ അങ്ങ് കയറി. മനസ്സിൽ വിചാരിച്ച ഇത് വീഴല്ലേ എന്നുള്ളൊരു രീതിയായിരുന്നു. ഹവർ ദേ വർ അറൗണ്ട് 100 പീപ്പിൾ അലോങ് വിത്ത് മീ. അവരെല്ലാം എൻ്റെ ഒരു റൈഡിങ് സ്കില്ലും എൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഇറ്റ് വാസ് ലൈക്ക്, ആർ യു ആൻ ഓഫ് റോഡർ? ഞാൻ പറഞ്ഞു, ഓഫ് റോഡറൊന്നും അല്ല, ഇത് ദൈവത്തെ ഓർത്തിട്ട് ഞാനിങ്ങനെ റൈഡ് ചെയ്തതാണ്, എന്തായാലും വീണിട്ടില്ല. ബട്ട് ഹവർ ദെൻ they were like, okay, you can really ride motorcycle, why not you join us for all the റൈഡ്സ് അലോങ് വിത്ത് ദാറ്റ്. മേ ബി നമുക്കൊരു ഗോവ റൈഡ് വരുന്നുണ്ട്, റൈഡർ മീനിയ, അതിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ യാത്ര തുടർന്നത്. ഗുജറാത്തിൽ കുറേ സ്ത്രീകൾ പില്യണായിട്ട്, അതായത് ഹസ്ബൻഡ് വൈഫ് ദേ ഓൾ യൂസ് ടു റൈഡ് അലോങ് വിത്ത് അസ്. അപ്പോൾ അതിലൊരു സ്ത്രീ എന്നോട് പറയുന്നത്, എനിക്ക് ആക്ച്വലി ആഗ്രഹമുണ്ട് ബൈക്ക് ഓടിക്കാൻ, പക്ഷേ എൻ്റെ അമ്മായിമ്മ, മൈ മദർ ഇൻ ലോ ഡസൻ അലൗ മീ ടു റൈഡ് മോട്ടോർ സൈക്കിൾ അലോങ് വിത്ത് മെൻ. അപ്പം അഞ്ജലി ഇപ്പോൾ എല്ലാവരുടെയും കൂടെ ഓടിക്കുന്നില്ല, അത് അഞ്ജലിയുടെ മദറിൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, വൈ നോട്ട് യു ഹാവ് എ ഗ്രൂപ്പ് വെരിൻ you can actually, we can go on ride together, just female, all female എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് പിന്നെ അതിലുള്ള വേറെ സപ്പോർട്ടേഴ്സ് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ബൈക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ദെൻ ഐ വാസ് ലൈക്ക്, ഓക്കെ ഐ ക്യാൻ ടീച്ച് വുമൻ ടു റൈഡ് മോട്ടോർ സൈക്കിൾ ബിക്കോസ് ഐ ഹാവ് ബീൻ റൈഡിങ് എ ലോട്ട്. ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് റൈഡർനി എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വന്നത്. First, people were discussing how about a Riderni. Then I was like, okay, it is easy to term it as Riderni. Angane adilu vannu kore peru bike sponsor cheyannu parnu to teach the women. And then with one bike of CD 100 lana സ്ത്രീകളെ റൈഡ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ബാക്ക് ഇൻ 2012. അതിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ, അതിലൊരു മാധ്യമം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആയിരുന്നു ഗുജറാത്തിൽ. ഈവൻ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു സെയിങ് ദാറ്റ് ഞാൻ ഇങ്ങനൊരു സ്ത്രീകളെ പഠിപ്പിക്കാനൊരു താല്പര്യമുണ്ട്, എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, പ്ലീസ് ജോയിൻ മീ, പ്ലീസ് ഗിവ് മീ എ കോൾ. I was so shocked to hear that within like a span of 1 hour, I got an inquiry, just an inquiry. Agra on almost like 25 women. And I was like, okay, there are so many women who would love to ride motorcycle, but they are not getting a platform. ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല അവരെ ഒന്ന് പഠിപ്പിക്കാനോ ഒരു റൈഡിങ് ഗ്രൂപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു പാത്ത് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു സപ്പോർട്ടായി റൈഡർനി സ്റ്റാർട്ട് ചെയ്തു. So we have taught, Riderni have taught almost 150 women within like 5 years in Gujarat. അത് ഇവിടെ ഞാനിപ്പോൾ കൊച്ചിയിലും അത് സ്റ്റാർട്ടാക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാറുള്ളത്, ബി റിയൽ സേഫ് വൈൽ റൈഡിങ്. ബിക്കോസ് എസ്പെഷ്യലി ഒരു സൂപ്പർ ബൈക്കോ നമ്മളൊരു 300+ CC മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഓടിക്കുവാണെങ്കിൽ ദ റൈഡ് പേസ് വിൽ ബി ഓൾവേസ് ഹയർ. ആൻഡ് അതുകൊണ്ട് റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ്. നമ്മളെ മെഷീനാണ്, നമ്മളൊരു ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് സൂം. അതുമാതിരിയല്ല നമ്മളെ ബോഡി, നമ്മളെ ശരീരം, വി ആർ റിയലി ഫ്രജൈൽ. ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലും കാര്യങ്ങളൊക്കെ പൊട്ടാവുന്നതേ ഉള്ളൂ ആ ഒരു സ്പീഡിൽ നമ്മൾ റൈഡ് ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് പ്രോപ്പർ ഹെൽമെറ്റ്
ISI മാർക്കുള്ള പ്രോപ്പർ ഹെൽമെറ്റ് തന്നെ ധരിക്കണം. നോട്ട് ജസ്റ്റ് ദാറ്റ്, റൈഡിങ് ഗിയേഴ്സ് ആയാലും ശരി, റൈഡിങ് പാഡ്സ് ഉള്ള ജാക്കറ്റ്സും റൈഡിങ് പാൻസും ബൂട്ട്സും ഒക്കെ നല്ലോണം ധരിക്കണം. Since I used to be a solo rider, I always used to ensure that I should reach a destination before 6, like before sunset. However, വെതർ അല്ലെങ്കിൽ നമ്മൾ മോട്ടോർ സൈക്കിൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ ആകാറുണ്ട്. അപ്പം അതിനുള്ള ഒരു പ്രശ്നവും പേടിയും ഒക്കെ വരാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, while the riding scene during 2011, 10 years back used to be like being a female, and I am not very open enough to use a toilet. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് ഹൈവേസിലൊന്നും പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അതൊരു നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ചാലഞ്ച് ഓൾസോ, while you're riding for hours and hours. The bikes that I owned and the bikes that I'm owning started off with a Super Splendor 125, പിന്നെ Avenger 220, and from there, Suzuki Intruder V800 in Dubai, and Harley Davidson Super Low 883. പിന്നെ അതിനൊക്കെ ശേഷം ഐ തോട്ട് ഓഫ് ഒരു ആക്സിഡൻറ്റ് ആയതിനു ശേഷം തോട്ട് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു എ സ്മോളർ CC ബൈക്ക്. അങ്ങനെ മീറ്റിയോർ, Royal Enfield Meteor Stellar, I got one. Then from there, when I thought that I'm very healthy enough, got into Ducati Monster 937cc Superbike. എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസും എൻ്റെ സ്റ്റെബിലിറ്റിയും കാരണം it took me 20 years to achieve my dream bike, I would say that. അതുകൊണ്ട് keep trying. There would be lot of people who will tell you, എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണ്, ലോട്ട് ഓഫ് പീപ്പിൾ ഹു വിൽ ടെൽ യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ് പാഷൻ, നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, യു ആർ നോട്ട് ഗെറ്റിംഗ് എനി ഫ്രൂട്ട്ഫുൾ റെസ്പോൺസസ്, യു വോണ്ട് ബി ഏബിൾ ടു കീപ് ട്രൈങ്, keep on trying. ആരെന്ത് പറഞ്ഞാലും you have a dream and you have an aim, so it's you only, you need to push yourself. അതുകൊണ്ട് I would say from my life experience, keep on trying. Whichever profession, whichever passion you want to achieve, you will get there.